ദേവി പെരണ്ടു വീണ ഊർ പേരണ്ടൂരായി എന്ന് ഐതിഹ്യം. ഇടപ്പള്ളി രാജവംശവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ക്ഷേത്രം. അതുകൊണ്ട് തന്നെ ഏകദേശം 1000-ഓളം വർഷം പഴക്കം ഇതിന് കാണുമെന്ന് പറയപ്പെടുന്നു. എറണാകുളം ജില്ലയിലെ എളമക്കരയിലാണ് ഈ ക്ഷേത്രമുള്ളത്. 108 ദുർഗാലയങ്ങളിൽ ഒന്നായ ക്ഷേത്രം. ഏകദേശം 4000 കുടുംബങ്ങളുടെ മൂലകുടുംബ ക്ഷേത്രം കൂടിയാണിത്. എനിക്ക് പല പ്രാവശ്യം അവിടെ പോകാനുള്ള അവസരം കിട്ടി. കണ്ടപ്പോൾ തന്നെ വളരെ പുരാതനമായ ക്ഷേത്രമായിട്ട് തോന്നി. അതിനാലാണ് ഞാനിതിൻ്റെ ഐതിഹ്യം തിരഞ്ഞു നടന്നത്. ആദിപരാശക്തിയായ അമ്മ 8 വയസ്സുള്ള കുട്ടിയുടെ ഭാവത്തിൽ കാർത്യായനി സ്വരൂപമായി കുടികൊള്ളുന്നു. ചിരിച്ചുകൊണ്ടാണ് അമ്മയുടെ ഇരിപ്പ്. ഉള്ളിലായി ഗണപതിയുണ്ട്, ശിവനുണ്ട്. പുറത്തായി യക്ഷിക്ക് വളരെയധികം പ്രാധാന്യം കൊടുത്തിരിക്കുന്നു. പുറകിലായി ശാസ്താവ്, 140-ന് മേലെ നാഗപ്രതിഷ്ഠ. ഇത്രയും നാഗപ്രതിഷ്ഠ ഒരുമിച്ച് കാണുന്നത് വളരെ അപൂർവം. ഈ അടുത്ത ദിവസങ്ങളിലായിട്ടാണ് നാഗപ്രതിഷ്ഠകൾ കന്നിമൂലയിൽ കുറച്ചുകൂടി മാറ്റി പ്രതിഷ്ഠിച്ചതെന്ന് തോന്നുന്നു. വൃശ്ചികത്തിൽ തുടങ്ങി 41 ദിവസം ബ്രാഹ്മണിപ്പാട്ട് ഇവിടെ നടത്തപ്പെടുന്നുണ്ട്. ഇതൊക്കെ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന വഴിപാടുകളാണല്ലോ. ആദ്യമൊക്കെ ഇവിടെ മകം തൊഴലില്ലായിരുന്നു എന്ന് പറയപ്പെടുന്നു. പക്ഷെ ഒരിക്കൽ ചോറ്റാനിക്കര മകം തൊഴലിൻ്റെ അന്ന് ഇവിടെ ഒരു അഗ്നിബാധ ഉണ്ടാവുകയും പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ ഇവിടെ ചോറ്റാനിക്കര അമ്മയാണ് കുടികൊള്ളുന്നതെന്ന് തെളിയുകയും മകം തൊഴൽ നടത്തപ്പെടുകയും ചെയ്യുന്നു. തൃക്കാർത്തികർക്ക് ഇവിടെ ഉത്സവം കെങ്കേമമായി ആഘോഷിക്കപ്പെടുകയും എല്ലാ മാസവും കാർത്തിക നാളിൽ അന്നദാനവും നടത്തപ്പെടുന്നു.